ഞാൻ ആതിര മുരളി. അപ്പം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന വാഹനം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ്. ഒരു കണ്ടാൽ പെട്ടെന്ന് ഒരു ക്യാരവാൻ ആണെന്ന് തോന്നുമെങ്കിലും ഇതൊരു മെഡിക്കൽ പർപ്പസ്, അതായത് ഡെന്റൽ സഞ്ചരിക്കുന്ന ഒരു ഡെന്റൽ യൂണിറ്റ് ആണിത്. അപ്പോൾ ഇത് നമുക്ക് 8ഓളം പേർക്ക് യാത്ര ചെയ്യാവുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻ്റ് ആണ്. ഇതിൻ്റെ 2 ഡെന്റൽ യൂണിറ്റുകളാണ് ഉള്ളിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനം ഇന്ദിരാഗാന്ധി ഡെന്റൽ കോളേജ് കോതമംഗലത്തിന് വേണ്ടി റോട്ടറി ക്ലബ്ബ് പെരുമ്പാവൂർ ചാരിറ്റി ആയിട്ട് നൽകുന്ന ഒരു വാഹനമാണ്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴത്തേക്കും പറഞ്ഞു കഴിഞ്ഞു 8 പേർക്ക് ഫ്രണ്ടിൽ ഡോക്ടേഴ്സിനും സ്റ്റാഫിനും ഒക്കെ ഇരുന്ന് സഞ്ചരിക്കാം. ഫ്രണ്ടിൽ ഭാഗത്ത് അങ്ങനെ അറേഞ്ച്മെൻ്റ് ആണ്. റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു നമുക്കറിയാം പല്ല് പറിക്കുന്ന ആ ഒരു യൂണിറ്റും കാര്യങ്ങളും എല്ലാം ആ ഒരു ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ഉള്ളിലുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു പുതിയ ഡിസൈനിലാണ് ശിശിര ഗ്രൂപ്പ് ഈ ഒരു വാഹനത്തെ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് പ്രീമിയം നമ്മുടെ ഹെവി വാഹനങ്ങളിലൊക്കെ കണ്ടുവന്നിരുന്ന ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു പുതിയൊരു ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. കൂടാതെ ഇതിൻ്റെ വൈപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ ആ ഒരു നമ്മുടെ പ്രീമിയം വാഹനങ്ങളിൽ കണ്ടുവന്ന ആ ഒരു ഡിസൈനാണ്. പിന്നെ ഇതിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അറിയാം ഒരു പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ഉണ്ട്. കൂടാതെ 2 ഹാലജൻ ലൈറ്റ്സോട് കൂടിയുള്ള ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു ഔട്ടർ ലൈനൊക്കെ കൊടുത്തുകൊണ്ടുള്ളൊരു നല്ലൊരു ഡിസൈനാണ്. അതുപോലെ തന്നെ ബോഡി പറയുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ റേസ് സൈഡിലും ഫൈബർ ബോഡീസും ബാക്കി അലുമിനിയം ആണ് കൊടുത്തിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോഡി തന്നെയാണിത്. കൂടാതെ ഈ ഒരു വാഹനത്തിൽ 3 ന്യൂമാറ്റിക് ഡോർസ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ 2 ഭാഗവും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും എയർ ത്രൂ. പിന്നെ കൂടാതെ ഈ ഒരു ഡിസൈനൊക്കെ നോക്കുമ്പോഴത്തേക്കും അറിയാം നല്ലൊരു മനോഹരമായിട്ടുള്ള ഡിസൈനിലാണ് ഈ ഒരു ബോഡി ബിൽഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നിവർന്ന് ഇങ്ങോട്ട് നിൽക്കുന്ന ഈ ഒരു ഷാമിയാനയാണ്. ഇത് മാനുവലി ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഡോക്ടേഴ്സൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് പേഷ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെയറൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സേഫായിട്ടിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെയാണ് ബാറ്ററി ബോക്സ് ഉള്ളത്. ലോക്കും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് ശ്രദ്ധിക്കുമ്പോഴത്തേക്കും ഇത് നമുക്ക് മാനുവലി നമ്മൾ അപ്പ് ചെയ്ത് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഉള്ളിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് അകത്തേക്ക് കയറി അത് സേഫായിട്ട് കയറി അങ്ങ് പൊയ്ക്കോളും. പിന്നെ നമ്മളിത് ഓപ്പൺ ആകുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി ഓപ്പണായി വരികയും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുകയും ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ജനറേറ്റർ ബോക്സ്. ജനറേറ്ററൊക്കെ ഇത് ഇവിടെ സേഫായിട്ട് ഇരുന്നോളൂ. സേഫാണ്. ബോഡി ക്വാളിറ്റി ഒക്കെ നല്ല പക്കാണ്. നല്ല ബോഡി ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡ് ബീഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊരു സാധാരണ ഒരു ബ്ലാക്ക് ഷെയ്ഡിലൊക്കെ അല്ല സാധാരണ വാഹനങ്ങൾ കണ്ടുവരുന്നത്. ഇതൊരു ആ ഒരു ബോഡി കളർ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ലൈറ്റും കാര്യങ്ങളും ഉണ്ട്. ടയർസ് വരുമ്പോഴത്തേക്കും 235, 75, R17 ടയർ പ്രൊഫൈൽ 17.5 ടയർ പ്രൊഫൈലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് പെട്ടെന്ന് കണ്ടാൽ നമുക്കൊരു അലോയാന്ന് തോന്നുമെങ്കിൽ ഇതൊരു ഫൈബറാണ് വീൽ കപ്പ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ലഗേജ് ബോക്സ് വന്നിട്ടുണ്ട്. 2 ലഗേജ് ബോക്സ് ഉണ്ട്. അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല LED ടെയിൽ ലാംപ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. പുതിയൊരു ഡിസൈനിലാണ് നൽകിയിട്ടുള്ളതും. ഒരു ബ്ലാക്ക് ഇൻസേർട്ടിലൊക്കെ അത് മനോഹരമായിട്ടുള്ള ഒരു നല്ലൊരു ഡിസൈനാണിത്. കൂടാതെ ഈ ഒരു വാഹനത്തിൻ്റെ അതായത് ഒരു ഡെന്റൽ യൂണിറ്റ് ആണല്ലോ ഇത്. അപ്പോൾ ഇതിൽ വന്നേക്കുന്ന മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ കാണുന്നത് ഇതൊരു ചെറിയൊരു TV ആണ്. ഇത് നമുക്ക് പ്രോഗ്രാം ചെയ്ത് അതായത് നമ്മളിത് റണ്ണിങ് ശരിക്കും ഒരു ഡെന്റൽ ക്ലിനിക്കാണ്. അപ്പോൾ എവിടെയെങ്കിലും കൊണ്ടൊക്കെ ഒന്ന് നമുക്ക് ഈ ഒരു വാഹനം ഇട്ട് കഴിഞ്ഞാൽ ടോക്കൺ നമ്പറൊക്കെ എഴുതി കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഫീച്ചർ നൽകിയിട്ടുള്ളത്. കൂടാതെ ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ബാക്ക് സൈഡിലായിട്ട് ഡിക്കി അതായത് ബൂട്ട് സ്പേസോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ആ സൈഡിലേക്കാണ് അതിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുള്ളത്. കാര്യം ഇതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് പറയാം ഇത് കണ്ടോ, ഇതൊരു ബോഡി ഫിനിഷ് കണ്ടോ. അതായത് ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒറ്റ ഷീറ്റാണ്. അതായത് ഇതിൽ യൂസ് ചെയ്യുന്നത് അലുമിനിയം ഷീറ്റ്സ് ആണ്. ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സാധാരണ വാഹനങ്ങൾ ഇതുപോലത്തെയുള്ള വാഹനങ്ങളിലൊക്കെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ GI ഷീറ്റ്സ് ആണ്. അപ്പോൾ അതിൽ നിന്നും മാറി ശിശിര ഗ്രൂപ്പ് ഈ ഒരു അലുമിനിയം ഷീറ്റാണ് ആ ഒരു ഫിനിഷിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഭാഗത്ത് വാട്ടർ ടാങ്ക് വന്നിട്ടുണ്ട്. 2 വാട്ടർ ടാങ്ക് ഉണ്ട്. ഒന്ന് വേസ്റ്റൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടി, മറ്റൊന്നെന്ന് പറയുന്നത് നല്ല വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയൊക്കെ ആയിട്ടാണ് 2 വാട്ടർ ടാങ്ക് ഉണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്ത് AC യൂണിറ്റ് ഉണ്ട്. നമ്മൾ അകത്ത് പറഞ്ഞു AC കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അറിയാം ഇപ്പോൾ BS6 ആണ് വരുന്നത് വാഹനങ്ങളെല്ലാം. അപ്പോൾ AdBlueൻ്റെ ആ ഒരു ഫില്ലിങ്ങും കാര്യങ്ങളും ഇവിടെയുണ്ട്. ഡീസൽ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആ ഒരു കംപ്രസർ ഈ ഒരു ഭാഗത്താണ് കാണുന്നത്. അതിനും ലോക്കും കാര്യങ്ങളും ഉണ്ട്. ഓപ്പൺ ആയിട്ടുള്ളൊരു
സംഭവത്തിലല്ല കൊടുത്തിട്ടുള്ളത്. ലോക്ക് ചെയ്ത് തന്നെ വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു റൈറ്റ് സൈഡിലുള്ളത്. അപ്പോൾ നമുക്കിനി ഈ വാഹനത്തിൻ്റെ ഉൾവശത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം. അപ്പം കയറുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്ന മുന്നേ ജനറേറ്ററിൻ്റെ കാര്യം. അപ്പോൾ ഇപ്പം ഇതിലെ ഉള്ളിലേക്കുള്ള പവർ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് കറണ്ട് കൊടുത്തേക്കുവാണ്. നമുക്ക് 3 വേയിൽ ഇത് കൊടുക്കാൻ പറ്റും. ഒന്ന് നമ്മുടെ ഈ വാഹനത്തിലുള്ള ബാറ്ററി ത്രൂ, പിന്നെ ജനറേറ്റർ, പിന്നെ കറണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് നോക്കാം. എന്ത് ഉഷാറല്ലേ, ശരിക്കും നമ്മുടെ ഒരു ഡെന്റൽ ക്ലിനിക്കിൽ പോയ അതേ ഫീല് കിട്ടുന്നുണ്ടല്ലേ. അപ്പം ഇവിടെ നമ്മൾ കയറി വന്നപ്പം 2 ഡോറ് കണ്ടിരുന്നു. ഒന്നൊരു മെയിൻ ഡോറും പിന്നെ ഒരെണ്ണം സബായിട്ടുള്ളത്. അപ്പം മെയിൻ ഡോറ് എപ്പോഴും അടച്ചിടുക എന്നുള്ളത്, അതായത് ഇതിൻ്റെ അകത്ത് കൺസൾട്ടിങ് നടക്കുന്ന സമയത്ത് എപ്പോഴും അടച്ചിടുക എന്ന് പറയുന്നത് സൗകര്യം അത്ര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഒരു 2 ഡോറ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നമുക്ക് AC-യുടെ ആ ഒരു തണുപ്പുള്ളിൽ നിൽക്കുകയും ചെയ്യും, ക്ലോസ് ആയി കിടക്കുകയും ചെയ്യും. ഒരു പ്രൈവസിയുടെ ഭാഗമായിട്ട് ഈ ഒരു ഡോറ് സപ്പോർട്ടിങ്ങുമാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇത് കണ്ടോ, ഇതൊരു ഡെന്റൽ ചെയർ ആണ്. നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ കണ്ടുവന്നിരുന്ന ആ ഒരു ടൈപ്പ് 2 ചെയർസ് ഉണ്ട്. 2 ഡോക്ടർമാർക്ക് ഇരുന്ന് കൺസൾട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള നല്ല അറേഞ്ച്മെന്റ്സ് ആണ് ഈ ഒരു വാർഡിനുള്ളിൽ വന്നേക്കുന്നത്. കൂടാതെ ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് ശ്രദ്ധിക്കുമ്പോഴത്തേക്കും അറിയാം, പേഷ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണ്. അതിങ്ങനെ നമുക്ക് ഈ ഒരു സൈഡുമായിട്ട് ചേർത്ത് ഫോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് ഇവിടെ ഒരു ലിവർ ഉണ്ട്. ആ ലിവർ വെച്ച് നമുക്കിത് ഓപ്പൺ ചെയ്യുകയും ചെയ്യാം. ഇതാ ഇങ്ങനെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഇങ്ങനെ പേഷ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ റെസ്റ്റിനുള്ള ഒരു സ്പേസും ഉണ്ട്. ഡോക്ടേഴ്സ് ഇവിടെ നിന്ന് കൺസൾട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പം പിന്നെ ബാക്കി വരുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗം വരുമ്പോൾ അറിയാം, നമുക്ക് ആ ഒരു ഡെന്റൽ ക്ലിനിക്കിൽ കാണുന്ന പോലെ തന്നെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് എക്യുപ്മെന്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ 2 സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. സ്റ്റോറേജ് സ്പേസിനുള്ള ചെറിയൊരു ഓപ്പണിംഗ് ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുമ്പോൾ ഇത് നമ്മൾ ആ റൈറ്റ് സൈഡ് പറഞ്ഞു ആ TV കാര്യങ്ങളും പ്ലേ ചെയ്തേക്കുന്ന ഈ ഒരു ഭാഗത്താണ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ലോക്ക് ഉണ്ട്. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ആണ്. കൂടുതൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ലൈറ്റിംഗ് ആണ്. പിന്നെ സ്പീക്കേഴ്സ് ഒരു 4 എണ്ണം വന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു AC വാഹനമാണ്. ഇപ്പോൾ AC ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ 2 ഫാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് 2 എമർജൻസി എക്സിറ്റുകൾ ഈ 2 ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് എമർജൻസി ബ്രേക്ക് എന്നുള്ള ഹാമറും വെച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഓവറോൾ ഈ ഒരു ടോപ്പ് ഈ ഒരു ഭാഗവും ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് അറിയാം, നല്ലൊരു ഷീറ്റും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു പൗഡർ കോട്ടഡ് ആയിട്ടുള്ള ഷീറ്റാണ്. അതായത് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് പൊടി പിടിക്കത്തില്ല. ഒരു ഷൈനിങ്ങും കാര്യങ്ങളും ഉണ്ട്. പൊടി എങ്ങനെ പെട്ടെന്ന് പിടിക്കത്തില്ല രീതിയിലുള്ള ആ ഒരു ടൈപ്പ് ഡിസൈനും അതുപോലെ കൺസ്ട്രക്ഷൻ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഈ ഒരു ഓവറോൾ ഡിസൈനെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മൈക്കും ആംപ്ലിഫയറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇലക്ട്രിസിറ്റിയുടെ കാര്യങ്ങളൊക്കെ ഇത് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സെപ്പറേറ്റ് എല്ലാത്തിനും ഓരോ പവർ കട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്. ഏതെങ്കിലും ഒരെണ്ണം ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ അതുപോലെ മൈക്കും ആംപ്ലിഫയറും എല്ലാം ഉണ്ട്. ഇനി ഇങ്ങോട്ടൊരു ഡോർ കൂടി ഉണ്ട്. അത് ഡ്രൈവർ ക്യാബിനിലേക്കുള്ളതാണ്. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് നമുക്ക് ഡ്രൈവർ ക്യാബിനിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. ഈ ഒരു വാഹനം ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. കാര്യം ഇത് ഐഷർ പ്രോ Euro 6 അതായത് BS6 വന്നിട്ടുള്ള 3009 ഷാസിയിലാണ് ഈ ഒരു ബോഡി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും 8 പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഈ ഫ്രണ്ടിലിരുന്ന് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. കാര്യം നമ്മുടെ ഡോക്ടേഴ്സും അതുപോലെ തന്നെ സ്റ്റാഫിനൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ സൈഡിൽ 2 കർട്ടനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സീറ്റ്. കൂടാതെ ഇതിൻ്റെ ഡാഷ്ബോർഡൊക്കെ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് പറയാം, ഒരു ഗുഡ് ടൈപ്പ് ഉള്ളൊരു ഡാഷ്ബോർഡും കാര്യങ്ങളുമാണ് നല്ലൊരു ഡിസൈനിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ ഒരു 3 എണ്ണം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോർ ഓപ്പണിങ്ങിൻ്റെയാണ്. എയർ ഡോറിൻ്റെ ഫ്രണ്ട് ഗ്രില്ല് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ, റിയർ സൈഡിലെ ഡോറിൻ്റെ ഓപ്പണിങ്ങിൻ്റെയാണ് 3 ലിവറുകളായിട്ട് കാണുന്നത്.
അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ അകം എങ്ങനെയുണ്ട്? നല്ല ഉഷാർ സെറ്റപ്പ് അല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വാഹനം റിവ്യൂ ചെയ്യുന്നത്. പിന്നെ ഇതിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ ഇത് ശരിക്കും റോട്ടറി ക്ലബ്ബ് പെരുമ്പാവൂര് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്, ഒരുപാട് ചാരിറ്റി വർക്കിന് വേണ്ടി. നല്ലൊരു കാര്യം തന്നെയാണ്. ഒരുപാട് ക്ലബ്ബുകൾ ഇങ്ങനെ മാതൃകാപരമായിട്ട് ചെയ്യുന്നത് മുമ്പോട്ടുള്ള ആളുകൾക്ക് ഇതൊരു മോട്ടിവേഷൻ തന്നെയാണ്. കാര്യം ഈ ഒരു വാഹനം ഇനി കൂടുതൽ റൂറൽ ഏരിയാസിലായിരിക്കും കാണുക. കാര്യം അങ്ങനെയുള്ള ഇടത്തേക്കൊക്കെയാണ് ഇങ്ങനത്തെയൊക്കെയുള്ള എന്താ പറയുക സൗകര്യങ്ങൾ കൂടുതൽ എത്തിക്കേണ്ടത്. അപ്പൊ ഈ ഒരു വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BS6 ഇറങ്ങിയിട്ടുള്ള വാഹനത്തിലാണ് ഇങ്ങനെ ഈ ഒരു കാരവാൻ സ്റ്റൈലിലുള്ള ഈ ഒരു ഡെന്റൽ യൂണിറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ റോട്ടറി ക്ലബിന്റെ സഹായത്തോടെ ഈ ഒരു വാഹനത്തെ നമുക്ക് ഇന്ദിരാഗാന്ധി ഡെന്റൽ കോളേജ് കോതമംഗലത്ത് ഇനി മുതൽ കാണാൻ സാധിക്കും. അപ്പൊ അവർക്ക് ആ ഒരു ടീമിന് എല്ലാവിധ ആശംസകളും നേരുവാണ്. അതോടൊപ്പം ശിശിര ഗ്രൂപ്പിനും ഒരു നന്ദി പറയുകയാണ് ഈ ഒരു വാഹനം റിവ്യൂ ചെയ്യാൻ തന്നതിനും, അതുപോലെ തന്നെ ഈ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഒക്കെ കൂടെ ഒരു ഭാഗമാകാൻ സാധിച്ചതിലും ഒക്കെ ഒരുപാട് വലിയ ആശംസകൾ നേരുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വാഹന വിശേഷവുമായി വരുന്നവരേക്കും ആതിര മുരളി സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.